ഞാൻ പെട്ടെന്ന് കയറി വന്നപ്പോ പേടിച്ചോ? പേടിച്ചില്ലേ? എപ്പിടി? ഹോ, എന്നാലും നിന്റെ ധൈര്യം അപാരം തന്നെ. അത് ഈ പാതിരാത്രി ഒറ്റയ്ക്ക്? ഇവിടെ ഏത് പാതിരാത്രിക്ക് നടക്കാൻ പേടിക്കണ്ടല്ലോ. നമ്മുടെ നാട് പോലെ അല്ലല്ലോ. ഞാൻ വരുമെന്ന് കരുതിയില്ലല്ലേ? നാലിതാ ഞാൻ വന്നിരിക്കുന്നു. പതുക്കെ പതുക്കെ പറ. ഹോ, അവരെങ്ങാനും ഉണർന്ന പിന്നെ എന്റെ കഥ. എന്നാലും ഈ പാതിരാത്രി എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഓ മതി മതി. പിന്നെ പിന്നെ എന്തേ? ഈ പാതിരാന്റെ ഓർമ്മയ്ക്കായി ഞാനൊരു ഒരു നിനക്ക് വേണ്ടേ? എങ്ങനെയുണ്ട്? അയ്യോ, ആരോ ഉണർന്നെന്ന് തോന്നണേ. അയ്യോ, എന്താ ചെയ്യാ? അവിടെ എങ്ങനെ പോയി ഒളിക്കി? വാ, അന്ന് കിച്ചണിലേക്ക് ഓട്. ഞാനൊന്ന് കാണട്ടടോളാ. ഇതോ ഇങ്ങോട്ട് 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 വാ. ഇവളേതാടാ? അതെ, ഐസ്ക്രീമിനെ തൊട്ട് കളിക്കില്ല മോനെ. ഈ ഐസ്ക്രീം കഴിച്ച വമ്പന്മാരെല്ലാം വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ? പ്രവീണെ, രാത്രി മാഹിപ്പെരുന്നാളിന് പോകണ്ടേ? പോകുന്നതൊക്കെ ശരി, രാത്രി വൈകി തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണേ. പ്രഭാകരന്റെ ഓട്ടം കിട്ടുകയാണെങ്കിൽ പോകായിരുന്നു. പോരുന്നോ മാഹി പെരുന്നാളിന്? കരുവളയും മുത്തുമാലയും നല്ല കോഴിക്കോട് ഹൽവയും വാങ്ങിത്തരാം. എന്താ പറഞ്ഞത്? അത് പിന്നെ അതെ, എന്നും ഇങ്ങനെ കോളേജിന്റെ അടുത്ത് വന്ന് വായി നോക്കി പിന്നാലെ നടന്നപ്പം ദയ തോന്നി ഒരു ഐസ്ക്രീം ഷെയർ ചെയ്തത് കൊണ്ട് ലൈല മജ്നു കളിക്കല്ലേ? എവറസ്റ്റ് കൊടുമുടി കയറുന്നതിലും ബുദ്ധിമുട്ടാ പ്രേമിക്കാനെന്ന് ഇപ്പഴാ മനസ്സിലാവണേ. നമുക്ക് പോവാം. കുറച്ചും കൂടെ ഇരിക്കുന്നേ. എന്നിട്ട് ബീച്ചിലൊക്കെ പോയി ഒരു ഡുവറ്റ് ഒക്കെ പാടി നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലെ നസീറും ഷീലയും പോലെ, സിനിമയിലൊക്കെ കാണും പോലെ ഊരു ചുറ്റി പ്രേമത്തിനൊന്നും ഞാനില്ല. എനിക്ക് പഠിക്കണം. ഇഷ്ടാണെങ്കിൽ വീട്ടിൽ വന്നെന്റെ വാപ്പയോട് ചോദിക്കേ. എവിടെയാ? വാപ്പയോട് ചോദിക്കാൻ പോവാ. ബില്ല് അതൊക്കെ കൊടുക്ക, അവിടെ ഇരി. പിന്നെ ഈ നൗറിയെ തന്നെ നിക്കാഹ് ചെയ്യണമെങ്കിൽ ഡിഗ്രി വരെയെങ്കിലും കാത്തിരിക്കണം. അതുവരേക്കും നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ മാത്രം മതി ഈ ഐസ്ക്രീം ലവ് സ്റ്റോറി. എന്താണ് ചങ്ങായി, കെനാവ് കൊണ്ട് പെരാന്ത് പിടിച്ചാ? എന്തോളി, നിങ്ങളെന്തേലും പറഞ്ഞോളി. എന്നാ ചെറുക്ക, സ്വപ്നം കണ്ട് വെറുതെ നല്ല പ്രായം കളയാതെ നീ നാട്ടിൽ ചെന്ന് പെണ്ണ് കെട്ടാൻ നോക്കടേ.
കല്യാണം എന്ന് പറയുമ്പോ കണ്ടില്ലേ അവന്റെ മുഖം പെരുന്നാള് മാസം കണ്ട പോലെ. മുഹബത്താ? എന്തൊരു മൊഹബത്ത്. അത് ഞങ്ങളെ ഭാഷ. അത് എന്നതാടി, നിങ്ങൾ മലയാളികളല്ലയോ? തുടങ്ങി പണ്ടാരോ. അക്കരയാണെന്റെ മാനസം, ഇക്കരയാണെന്റെ താമസം എന്നാരോ പാടിയ പോലെ ആയില്ല അൻവറേ നിന്റെ ജീവിതം. അതാരോ പാടിയതല്ലടേ, യേശുദാസ് പാടിയതല്ലയോ? അതെന്ത് പറയാനാ, മൂപ്പരനല്ല മലയാള പാട്ടെല്ലാം പാടിയത്. ഈ അച്ചാരൊരു മണ്ടച്ചായന, തലയിലൊരു മാങ്ങാത്തൊലിയും ഇല്ല. പൂള്, വെരി വെരി വെറും പൂള്. നീ എന്നതാ പറഞ്ഞേ, എന്നതാ പറഞ്ഞേ? നിർത്ത്. എന്റെ മുഹബത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ രണ്ടാളും തല്ലുകൂടണ്ട. അൻവറേ, നീ ഒരു ചായ അനത്തിക്കൂട്. ഇതെന്താപ്പാ ചായ അനന്തന് കൊടുക്കാനാ? ഇവിടെ ആരപ്പാ ആനന്ദേ? മൊയ്തീനിക്കണ്ട ഇവിടെ? അല്ല, ഇതാര് സലീമാ? എല്ലാങ്ങായി എനിക്കിതുവരെ പണിയൊന്നും ആയില്ലേ? ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്ക്. ഓനകത്തുണ്ട്. ചെല്ലി അങ്ങായി. ഇക്ക ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ആരിത്? സലീമോ? വാമനെ ഇരിക്ക്. എന്താടാ കാര്യം? എന്താടാ? എനിക്കൊരു 200 dirhams വേണമായിരുന്നു. നിനക്കെന്തിനാ കാശ്? അത്യാവശ്യമുണ്ട്. നിനക്കെന്താ ഇപ്പൊ എത്ര അത്യാവശ്യം? അത് പേഴ്സണലാ, ഇക്കറിയണ്ട. അത് ഞാൻ അറിയണമല്ലോ അനിയാ. എന്റെ കാശ് തരുമ്പോ നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയണ്ടേ? ആവശ്യം പറഞ്ഞില്ലെങ്കിൽ ഇക്ക കാശ് തരില്ലേ? ഇല്ല, പണം വെറുതെ കിട്ടുന്നതല്ല സലിമേ. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാ. ഓ, എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇക്ക പണം തരില്ല എന്ന്? ആവശ്യം എന്താണെന്ന് പറയാതെ ഞാൻ തരില്ല. ശരി, എനിക്ക് പണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു പണക്കാരൻ വന്നിരിക്കുന്നു. സലീം, മോനെ സലീം, നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ചോദിക്കുമ്പം പണം എടുത്തു തരാൻ എനിക്കിവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നീ വന്നിട്ട് എത്രയായി? ഓ, ഞാൻ ഓർക്കുന്നില്ല. എന്നാ ഞാൻ ഓർക്കുന്നു. 8 മാസം. നീ ഇതുവരെ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചോ? എത്ര ജോലി നിനക്കാൻ ശരിയാക്കി തന്നു? നിനക്കതൊന്നും വേണ്ട. 10-14 ദിറം മുടക്കി വിസ എടുത്ത് നിന്നിവിടെ കൊണ്ടുവരുമ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം നിനക്ക് എത്ര ടെലിഫോൺ കാർഡ് വേണം? 8 മാസത്തിൽ നീ എത്ര തവണ ഉമ്മയെ വിളിച്ചിട്ടുണ്ട്? പിന്നെ ആരൊക്കെ നീ ഫോണൊക്കെ ചെയ്യുന്നേ? മൈൻഡ് യുവർ വേർഡ്സ്. അതൊന്നും നിക്കറിയേണ്ട ആവശ്യമില്ല. പിന്നെ ആരറിയണം? ഒച്ചയടക്കണ്ട, ഞാൻ പോവാ. ഒരു 200 മണീസ് പോലും തരാൻ കഴിയാത്ത ഒരു ഏട്ടൻ. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ ഏട്ടൻ തന്നെയാണോ? പഴയ പുരാണങ്ങൾ കേൾക്കാൻ എനിക്ക് സമയമില്ല. തന്നതിന്റെ തിന്നതിന്റെ കണക്ക് ഇവിടെ വിളമുണ്ട്. ഞാൻ തന്നേക്കാം, എല്ലാം മടക്കി തന്നേക്കാം. എന്താ പോരെ? സലീം, എടാ സലീമേ, നിക്കടാ. കാതിർക്ക, ദേ കണ്ടില്ലേ, ഞാൻ പൊന്നുപോലെ നോക്കിയ എന്റെ അനിയൻ പറഞ്ഞത് കേട്ടില്ലേ? മണൽക്കാറ്റ് വീശുമ്പം കനലെരിയുന്നത് എന്റെ കൽബില. എന്നിട്ടും കരളൊരുക്കി തകരുമ്പം കണ്ണു നിറയാതിരിക്കാൻ ശ്രമിച്ചു, ആരും കാണാതിരിക്കാൻ. കരയാതെ കരയുമ്പോഴും കൂടപ്പുറപ്പുകൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ. എന്നിട്ടിപ്പോ എന്തായി കാതിർക്ക? ദേ കണ്ടില്ലേ, കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ജീവിച്ച ഞാൻ എനിക്ക് സങ്കടമൊന്നുമില്ല. ഏതാണ്ടൊക്കെ കേട്ടപ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അതിപ്പം പോയി കാതിർക്ക. എന്നെ എനിക്കറിയാം മോനെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഒരു ചെണ്ട പോലെയാണ് നമ്മള്. ചെണ്ടയിൽ ആർക്കും കൊട്ടാം, പക്ഷെ ചെണ്ടക്ക് തിരിച്ചാരും കൊട്ടാൻ പറ്റൂലല്ലോ. എടാ സുലൈമാൻ, സുലു, എടാ സുലു, നീ എന്താ ഇവിടെ? നീ എന്താ ഈ സമയത്ത് ഇവിടെ?
ആ നിങ്ങൾ രണ്ടാളും ഇത് എങ്ങട്ടാ? ചന്തയില് മൂരിക്കുട്ടനെ വാങ്ങാൻ വന്ന കച്ചവടക്കാരെ പോലെ. അതാടെ നിക്കട്ടെ മോനെ, എനിക്കെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഞാനോ? അതായത് മൊയ്തുണ്ണി, ഞാനിവിടെ അതായതല്ല, തേങ്ങാക്കൊല. ഇനി കഥ പ്രസംഗിക്കാണ്ട് കാര്യം പറ സുലൈമാനെ. ഇവിടെ റൂമുണ്ടെന്ന് ആരേനും പറഞ്ഞത്? കൊണാപ്പനാണോ? മൊയ്തുണ്ണീനാ? സുലൈമാനെ, കുറച്ച് കാശ് കയ്യിൽ വരുമ്പോ ഞമ്മക്ക് ചിലപ്പോ തോന്നലുകളും പൂതികളൊക്കെ വരും. അത് ഇന്ത്യയോ എന്റെയോ കുഴപ്പമല്ല. തൊലിവെളുപ്പുള്ള ചരക്കുകളെ കാണുമ്പോ നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യമാരെ മറക്കരുത്. നമ്മളെ കുട്ടികളും പെറ്റുപോറ്റി അടുക്കളയിലെ പുകയും കരിയും കൊണ്ട് ഉള്ളുരുക്കവും പിടിച്ച് എല്ലും തോലുമായി നിറമങ്ങുമ്പോ ഉമ്മക്കോളം അടുക്കും. ഓരോ മറന്നു കളിച്ചാ പടച്ചവൻ പൊറുക്കൂലടോ. മൊയ്തുണ്ണി, ഞാൻ എന്തായിരുന്നു ചന്ദ്രട്ടന്റെ അവസ്ഥ? കള്ളും പെണ്ണും ബാറും ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ പോയില്ലേ? ഇപ്പൊ തലയായിക്കാൻ ഒരു കൂരക്ക് വേണ്ടി പണിയെടുക്ക പാവം. എപ്പോഴാവുമെന്ന് പടച്ചോനറിയാം. പോയതൊന്നും തിരിച്ചു കിട്ടൂല. ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നോക്ക്. ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല സുലൈമാനെ. ഇനിയിവിടെ പെണ്ണുങ്ങളെത്ത് പോയി ചോദിക്കും പോലെ നാട്ടിൽ നിന്ന് ചോട ആണുങ്ങളെയും വിളിച്ച് സൂയിക്കാൻ തുടങ്ങിയാല് എന്തായിരിക്കും എന്റെ പുകില്? പിന്നെ സുലു, ഡെറ്റോളയിച്ച വെള്ളത്തിൽ 101 പ്രാവശ്യം കുളിച്ചതിന് ശേഷം റൂമ് കേട്ടു. സ്വീപ്പാക്കല്ലേ? ഏത് സുലൈമാന സ്വീപ്പാക്കല്ലേ? ഓന്റെ ഒടുക്കത്തൊരു ബില്ല്, പനി പിടിച്ചു വരുന്നു, അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു ബില്ല്, മനുഷ്യനെ അറക്കണ അറവശാലകളാ ക്ലിനിക്കുകൾ. ഇങ്ങനെ പോയാ പാവപ്പെട്ടവർക്ക് സൂക്കേട് വന്നാ കഷ്ടത്തിന്റെ നടുക്കടലായി പോകൂലേ? എന്താ സുലൈമാനെ? ഒന്നും പറയണ്ട എന്റെ കാതർക്ക. ഒരു പനി വന്നതിന് അവരുടെ ചോരയും മൂത്രവും ഒക്കെ. ഇനി തടിമേൽ ഒന്നും എടുക്കാൻ ബാക്കിയില്ല. ബില്ല് കണ്ടപ്പോ ബോധം കെടാണ്ടിയത് നിന്റെ തടിന്റെ കപ്പാസിറ്റി കൊണ്ടാ. കണക്കായിപ്പോയി. എങ്ങനെയെങ്കിലും ഉണ്ടാക്കണ കാശ് ഓട്ടപാത്രത്തിൽ എടുക്കണ വെള്ളം പോലെയാ. ഓക്കത്തിനും പടച്ചോന് കണക്കുണ്ട് സുലൈമാനെ, അത് മറക്കണ്ട. നിങ്ങൾ എങ്ങനെയല്ലേ പറയാ? ഡോക്ടറുകളെ ചങ്ങായി അല്ലേ? ചെല്ല് പൈസ കൊടുത്ത് ബോധം കെടാൻ ചെല്ല്. എന്തൊക്കെ ഡോക്ടർ ഇല്ലേ? ഉണ്ടല്ലോ. ഒന്ന് കാണായിരുന്നു. ഡോക്ടർ കാതറൊക്കെ വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇക്കെ നമ്പർ 4ലേക്ക് പൊക്കോളൂ കേട്ടോ. ശരി ശരി. രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കാണിച്ചോളൂ. ശരി ഡോക്ടർ. നെക്സ്റ്റ്. അല്ല, ആരാ ഇത്? കാതർക്ക് കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇരിക്കൂ. എവിടെയായിരുന്നു ഇത്രയും നാള്? നമ്മൾ എവിടെ പോവാനാ? കട വിട്ടാ മുറി, മുറി വിട്ടാ കട. ഇടക്കെപ്പോഴെങ്കിലും ചങ്ങാതിമാരെ കാണാൻ ഇറങ്ങും. കാതർക്ക് എന്താ കഴിക്കുന്നേ? ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? ഒന്നും വേണ്ട. എന്തെങ്കിലും? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അല്ല ഡോക്ടറെ, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പ്രാക്ക് ദിവസവും വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ. അത് ഈ പ്രൊഫഷന്റെ ഭാഗമാ. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും രണ്ടഭിപ്രായമുള്ള ആൾക്കാർ. അതൊക്കെ നോക്കാൻ നിന്നാ ഇവിടെ ജീവിക്കാൻ പറ്റുമോ കാതർക്ക? അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടുത്തെ രോഗികളിൽ അധികവും തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങളാ. ഒരസുഖം വന്നാ ആ മാസത്തെ തുക തീരും. പാവങ്ങളോട് ഇത്തിരി ദയ കാട്ടിക്കൂടെ? കാതർക്ക ഒരു പാവം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവം. കാതർക്കയെ പോലെ ഞാൻ ചിന്തിച്ചാൽ ഇതിന്റെ റെന്റ്, സ്റ്റാഫിന്റെ ശമ്പളം, മറ്റ് ചെലവുകളൊക്കെ കൂടി ഒരു മാസം വലിയ സംഖ്യ വേണം. വരുന്ന രോഗികളുടെ ജാതകവും തരവും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലിനിക്ക് അടച്ചുകൂട്ടേണ്ടി വരും. എന്നെ ലണ്ടനിൽ അയച്ചു മെഡിസിൻ പഠിപ്പിക്കാൻ പാലാട്ട് അച്യുതമേനോൻ എന്ന എന്റെ അച്ഛൻ സ്വത്തുവകൾ ഒരുപാട് വിറ്റു. അതൊക്കെ ഞാനായിട്ട് തിരിച്ചു പിടിക്കണ്ടേ? മുറിക്കടലാസിൽ ഓസിന് കുറിപ്പെഴുതി കൊടുക്കാൻ ഇതൊരു ധർമാശുപത്രി ഒന്നുമല്ല. അതാണ് ഇന്നത്തെ കാലത്തെ അവസ്ഥ.
കാതർക്ക ചിന്തിക്കുന്ന പോലൊക്കെ ഇപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട്. ഒരു ഒന്നാം തരം ബിസിനസ്സുകാരനാണെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്കണം ആദ്യം. അതാ ഇന്നത്തെ കാലത്തെ അവസ്ഥ. മാറണമെന്നും മാറ്റണമെന്നും ഉണ്ട്, പക്ഷെ നമ്മൾ മാറിയാലും അവസ്ഥ മാറില്ല. അതാണ് കാലം. നിങ്ങൾ ഈ വലിയ വലിയ വർത്താനം പാവം ചായക്കടക്കാരന് മനസ്സിലാവില്ല എന്ന് കൂട്ടിക്കോളി. എന്താ ഇത്? ഞാൻ എന്നും ആഗ്രഹിക്കും കാതർക്കെ പോലത്തെ ഒരു മനസ്സെനിക്കുണ്ടായിരുന്നെങ്കിലോ എന്ന്. കാതർക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തില്ലായിരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു എന്നാ? ഡോക്ടറുടെ പഠിപ്പും മിടുക്കൊണ്ട് ഈ നിലയിലെത്തി, അത്ര തന്നെ. പിന്നെ പഠിച്ചോന്റെ അനുഗ്രഹം. അല്ല, ചോദിക്കാൻ മറന്നുപോയി, മോക്ക് സ്വന്തന്നല്ലേ? സുഖം. കാതർക്ക എന്താ വീട്ടിൽ വരാത്തത്? മോള് സുമി എന്നും ചോദിക്കുന്നുണ്ടല്ലോ. മോണ്ട് കാണണമെന്ന്, പക്ഷെ നേരം വേണ്ടേ? തന്നെയല്ല, ഇപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു ക്ഷീണം. പ്രായമായി വരല്ലേ. അപ്പൊ കാതർക്ക നമുക്കൊരു ചെക്കപ്പ് നടത്താം. എന്റെ ഉള്ള കട തീരെ എഴുതി തരേണ്ടി വരുമോ? ഈ കാതർക്കയുടെ ഒരു കാര്യം, നമ്മളും ചെറിയൊരു ഡോക്ടറാണെന്ന് കൂട്ടിക്കോളി. ചെറിയ പനിക്കും തലവേദനക്കും അടോളും പനഡോളും നമ്മൾ കടയിൽ നിന്ന് കൊടുക്കും, വേറൊരു 50 ഫീൽസിന്. പാവപ്പെട്ടവന്റെ പനിയും തലവേദനയും അതോടെ പമ്പ കിടക്കും. എന്റെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണല്ലോ കാതർക്ക. ഉറക്കം ഒഴിക്കരുത്, കുറച്ച് വിശ്രമമൊക്കെ വേണം. BP ഉണ്ട്, മരുന്നിന് എഴുതി തരാം. പിന്നെ നാളെ രാവിലെ വന്ന് ഷുഗർ ചെക്ക് ചെയ്യണം. വെറുതെ അല്ല നിങ്ങളുടെ അടുത്ത് ആരും വരാത്തത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത ഗൾഫുകാരുണ്ടോ ഡോക്ടറെ? ഇതൊക്കെയല്ലേ ഗൾഫുകാരന്റെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം എന്ന് പറയണത്. താഴെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോളൂ ഗുളിക. മറ്റെവിടെയും കിട്ടൂലേ പ്രഷറിന്റെ ഗുളിക? ഡോക്ടർ പറയുന്നത് രോഗി അനുസരിക്കണം. ഓ, ഞാനിപ്പോ ഒരു രോഗിയാണല്ലോ, മറന്നുപോയി. ഇപ്പോഴാ ശരിക്കും ഞാനൊരു ഗൾഫുകാരനായത്. എന്റെ കാതർക്ക, നിങ്ങൾക്കൊന്നുമില്ല, വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടണ്ട. ടെൻഷനൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. രാവിലെ വന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. പോട്ടെ. നേരം കിട്ടുമ്പം വീട്ടിൽ വരാൻ മറക്കണ്ട. സുമിയും മോളും തിരക്കുന്നുണ്ട്. ഓക്കെ, ശരി, എന്നാ ഇറങ്ങട്ടെ.